നമസ്കാരം. ഏപ്രിലിലെ പഹൽഗാം കൂട്ടക്കൊലയുടെ കുറ്റവാളികൾ പാകിസ്ഥാൻ പൗരന്മാരും നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ മുതിർന്ന പ്രവർത്തകരുമാണെന്നതിന് കൃത്യമായ തെളിവുകളാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലൊന്നും തന്നെ പാകിസ്ഥാന് നിഷേധിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. കാരണം അങ്ങനത്തെ ഒരു കൃത്യമായ തെളിവാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാൻ ആണ് എന്ന് ഒരു വ്യക്തമായ തെളിവാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ തെളിവിൽ പാകിസ്ഥാൻ ഇനി നമ്മളല്ല അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയത് എന്ന് പറയാനും കഴിയുകയില്ല. കാരണം എല്ലാം കൃത്യമായ തെളിവുകളാണ്. ജൂലൈ 28-ന് ജമ്മു കാശ്മീരിലെ ഡാച്ചിഗാം ഹാൻവാൻ വനമേഖലയിൽ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ 3 ഭീകരരെയും വധിച്ചതിനെ തുടർന്ന് പഹൽഗാമിലെ മുഴുവൻ പേരെയും കൊലപ്പെടുത്തിയെന്ന ഒരു സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ ആർമിയും എത്തി നിൽക്കുന്നത്. ഏപ്രിൽ 22-ന് ബൈസരൺ പുൽമേഡിൽ നടന്ന ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും ഹിന്ദു വിനോദസഞ്ചാരികളായിരുന്നു. പഹൽഗാം ആക്രമണകാരികൾ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ രേഖകളാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ രേഖകൾ നമുക്ക് ലഭിച്ചു എന്നാണ് ഇപ്പോൾ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അവരിൽ ആരും ഇന്ത്യൻ പൗരന്മാർ അല്ല എന്നും കൂട്ടക്കൊലയിൽ ഒരു പ്രാദേശിക കാശ്മീരിയും ഉൾപ്പെട്ടിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവുകളിൽ ഒന്നാണ് സുലൈമാൻ ഷായുടെയും അബു ഹംസയുടെയും പേരിൽ കണ്ടെത്തിയതും പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതുമായ പാകിസ്ഥാൻ വോട്ടർ ID കാർഡുകൾ. അവരുടെ സീരിയൽ നമ്പറുകൾ ലാഹോറിലെയും അതോടൊപ്പം തന്നെ ഗുജ്റൻവാലിയിലെയും വോട്ടർ പട്ടികയിലേതാണ്. പാകിസ്ഥാന്റെ നാഡ്ര ഡേറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബയോമെട്രിക് ഡേറ്റ അടങ്ങിയ ഒരു സാറ്റ് ഫോണിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ SD കാർഡും കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ടയിൽ അടുത്തുള്ള ചങ്കാമംഗ അതോടൊപ്പം തന്നെ കോയിൻഗ്രാം എന്നിവിടങ്ങളിലെ വിലാസങ്ങൾ സ്ഥിരീകരിക്കുന്ന വിരലടയാളങ്ങളും അതോടൊപ്പം തന്നെ മുഖം തിരിച്ചറിയൽ ടൈംപ്ലേറ്റുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കറാച്ചിയിൽ നിർമ്മിച്ച കാൻഡിലാൻഡ് അതോടൊപ്പം തന്നെ ചോക്കോമാക്സ് കമ്പനികളായ അവരുടെ ചോക്ലേറ്റുകളും റാപ്പറുകൾ സ്പെയർ വെടിമരുന്നുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ബോക്സുകളും ഇന്ത്യൻ ആർമി കണ്ടെടുത്തിട്ടുണ്ട്. മെയ് മാസത്തിൽ മുസാഫറാബാദിലേക്ക് കയറ്റുമതി ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബൈസരൺ പ്രദേശത്ത് നിന്ന് ശേഖരിച്ച ഷെൽ കേസിംഗുകൾ ജൂലൈ 28-ലെ ഏറ്റുമുട്ടലിന് ശേഷം കണ്ടെടുത്ത 3 AK-103 റൈഫിളുകളുമായി പൊരുത്തപ്പെട്ടതാണെന്നും ഇന്ത്യൻ ഫോറൻസിക് ലാബുകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട ബാലസ്റ്റിക് റിപ്പോർട്ട്, അതായത് പഹൽഗാമിൽ തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ലഭിച്ച ഷെല്ലുകളും കൂടാതെ വെടിയുണ്ടകളും ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവിൽ തീവ്രവാദികളുടെ പക്കൽ നിന്നും എടുത്ത വെടിയുണ്ടകളും കൂടെ മാച്ച് ചെയ്തപ്പോൾ അത് കൃത്യമാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഒരു ബാലസ്റ്റിക് റിപ്പോർട്ടും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ മൂവരും ഉപയോഗിച്ച ഹുവാവോ സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള ഡേറ്റ ഏപ്രിൽ 22-നും ജൂലൈ 25-നും ഇടയിൽ ഹാൻവാൻ ഹോസ്റ്റലിനുള്ളിൽ അവരുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. സുലൈമാൻ ഷായുടെ പക്കലിൽ നിന്ന് കണ്ടെത്തിയ ഗാർമിൻ ഉപകരണത്തിൽ അതിൽ നിന്നുള്ള GPS ഡേറ്റയും കൂടാതെ ദൃക്സാക്ഷികൾ നൽകിയ തെളിവും ശരിയായിരുന്നു. മെയ് മാസത്തിൽ ഗുറേസ് സെക്ടറിലൂടെ ഭീകരർ നുഴഞ്ഞു കയറുകയായിരുന്നു. ആ സമയത്ത് ഇന്റലിജൻസ് ഇന്റർസെപ്റ്ററുകൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്നുള്ള അവരുടെ പ്രാരംഭ റേഡിയോ സിഗ്നലുകൾ ശേഖരിച്ചിരുന്നു. കൂടാതെ മൂവരും ബൈസരണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ അകലെയുള്ള ഹിൽ പാർക്കിനടുത്തുള്ള ഒരു കുടിലിൽ അഭയം തേടിയിരുന്നു. 2 തദ്ദേശ കാശ്മീരികളായ പർവീസും ബഷീർ അഹമ്മദ് ജോറത്തും തങ്ങൾക്ക് ഭക്ഷണവും രാത്രികാല താമസവും നൽകിയതായാണ് സമ്മതിക്കുന്നത്. ഇരുവരെയും ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ തന്നെ കണ്ടുപിടിച്ച ഉടനെ തന്നെ NIA അടക്കം ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും
മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.